ദേശീയപാത 66-ൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിലെ നിർമ്മാണ പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐ. കഴിഞ്ഞ 10 വർഷത്തോളമായി ദേശീയപാത നിർമ്മാണം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ 5 ഘട്ടങ്ങളായുള്ള ശക്തമായ സമരപരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളൊരു മെയിലായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് യാത്രക്കാരാണ്. കേരളത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സ്ഥലം വടകര NH. നിരവധി പ്രതിഷേധങ്ങൾ, നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകും. സമരത്തിന്റെ ആദ്യഘട്ടമായി ടൗണുകളിൽ പോസ്റ്റർ പ്രചരണത്തിന് തുടക്കമായി. രണ്ടാം ഘട്ടത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ജനങ്ങളെ പങ്കാളികളാക്കി 1 ലക്ഷം ഇമെയിലുകൾ അയക്കുന്ന മെയിൽ ബോംബിംഗ് ക്യാമ്പയിൻ നടപ്പിലാക്കും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഉപവാസ സമരവും വിഷയത്തിൽ MLAയുടെയും MPയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥയ്ക്കെതിരെ അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ ഹൈവേ റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിന്റെ ജോലി ഇതുവരെ തീർക്കാത്ത രീതിയിലേക്ക് വലിയ ലേഖായിക്കൊണ്ടാണ് ഈ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ആലോചിച്ചിട്ടുള്ളത്. ഇത് 5 ഘട്ടങ്ങളിലാണ് ഡിവൈഎഫ്ഐ ഈ സമരത്തെ പറ്റി ആലോചിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലക്ക് നമ്മൾ വലിയ രീതിയിലുള്ള ടൗണുകളിലൊക്കെ തന്നെ പോസ്റ്റർ പ്രചരണം നടത്തിയും, രണ്ടാം ഘട്ടം ഈ ഘട്ടത്തിൽ 1 ലക്ഷം മെയിൽ ബോംബിംഗ് നമ്മുടെ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിക്ക് അയക്കാൻ വേണ്ടിയുള്ള മെയിൽ ബോംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 1 ലക്ഷം മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തൊക്കെ ഡിവൈഎഫ്ഐ ഈ രീതിയിൽ ഇടപെട്ട് പോകുന്നുണ്ട്. അടുത്ത ഘട്ടം നമ്മുടെ ഒരു ഉപവാസമാണ്. അങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ സമരം സംഘടിപ്പിക്കാൻ പോകുന്നത്. 5ാം ഘട്ടം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നമ്മുടെ MLAയോ MPയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും നടത്താത്ത രീതിയിലേക്ക് ഇത്രയും പോയിക്കൊണ്ടിരിക്കുകയാണ്. 5ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ MLAയുടെയോ MPയുടെയോ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മുടെ ഈ പ്രവൃത്തി വിലയിരുത്തുന്നതായിരിക്കും. ദുരവസ്ഥ ബസ് ജീവനക്കാരും വെളിപ്പെടുത്തി. നിലവിലെ വടകരയുള്ള റോഡിന്റെ ശോചനാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബസ് മേഖലയിലാണ്. വടകര സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ബസ് വ്യവസായം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ വടകര കൊയിലാണ്ടി റൂട്ടിൽ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് സർവീസ് 1 മിനിറ്റ് പോലും തികച്ച് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പനപ്പാലം മുതൽ വടകര ലിങ്ക് റോഡ് വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ് ഗ്യാപ്പ് മതിയാവാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല ബസ്സുകൾക്കും ട്രിപ്പ് കിട്ടുന്നില്ല. ഡീസൽ ചെലവ്, പിന്നെ അറ്റകുറ്റപ്പണികൾ, ടയറിൻ്റെ തേയ്മാനം, ഇതൊക്കെ എന്ന് വെച്ചാൽ വൻ ബാധ്യതയാണ് ഈ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് ഇപ്പം നിലവിൽ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നില്ല. അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടെ ഈ ഒരു എന്താ പറയുക, വടകര പഴയ ബസ് സ്റ്റാൻഡ് ആദ്യം ആക്കിയത് മുതൽ ഇവിടെ പുതിയ സ്റ്റാൻഡിൽ വന്ന് ഈ ബ്ലോക്ക്, പുതിയ സ്റ്റാൻഡ് 3 മിനിറ്റ് ഗ്യാപ്പിലാണ് ബസ് പഴയ സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് എത്തേണ്ടത്. ഈ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റിൻ്റെ മേലെ എടുക്കുന്നുണ്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ബസ്സിന് വടകര സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. മോളുടെ ഈ പുതിയ വീട് കാണുമ്പോൾ 30 വർഷം മുമ്പ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയത് ഓർമ്മ വരുന്നു. ഇപ്പോഴെല്ലാം മാറിപ്പോയി. മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അന്ന് നിങ്ങൾ അപ്ലയൻസ് വാങ്ങിയതും കണ്ണം കണ്ടീന്നാണ്. ഇന്ന് ഞങ്ങൾ വാങ്ങിയതും കണ്ണം കണ്ടീന്ന് തന്നെ. അതാണൊരു ഭാഗ്യം. കണ്ണം കണ്ടി തരുന്നത് പ്രൊഡക്റ്റുകൾ മാത്രമല്ല, മനസമാധാനം കൂടിയാണ് അന്നും ഇന്നും. കണ്ണങ്കണ്ടി തലമുറകൾ കൈമാറുന്ന വിശ്വാസം.